ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടിയെക്കുറിച്ച് പറയാനാട്ടോ. അപ്പോൾ ഹെയർ ഗ്രോത്തിനുള്ള കുറച്ച് ടിപ്സ് പറയാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുടി ആദ്യം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ മുടി. എൻ്റെ മുടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മുടി. ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുടി വളർത്തി തുടങ്ങിയത് കേട്ടോ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ മുടി വളർത്താനായിട്ട് തുടങ്ങിയായിരുന്നു. പിന്നെ അന്നൊക്കെ ഞായറാഴ്ചകളിലൊക്കെ വീട്ടിൽ നിൽക്കുമ്പം പലതരം താളികൾ അരച്ച് തേക്കുമായിരുന്നു കേട്ടോ. പലതരം താളി ഞാൻ അരച്ച് തേക്കുമായിരുന്നു അന്നൊക്കെ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചെമ്പരത്തി, കുറുന്തോട്ടി, ആനച്ചുവട്, കീഴാർ നെല്ലി, പിന്നെ പാടത്താളി, ഇത്രയും സാധനം കേട്ടോ ഞാൻ തേച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ചെമ്പരത്തി പലർക്കും അറിയായിരിക്കും. ഇതാട്ടോ കുറുന്തോട്ടിയും പലർക്കും അറിയായിരിക്കും. ഇത് താളി അരയ്ക്കാൻ നല്ലതാണ്. പിന്നെ ഇത് കീഴാർ നെല്ലി എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ടെങ്കിലേ നമുക്ക് അരയ്ക്കാനായിട്ടുള്ളൂ കേട്ടോ. കാരണം ഇത് ഒരു ചെടി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ചധികം വേണം ഇത് അരയ്ക്കാനായിട്ട്. ഈ കീഴാർ നെല്ലി എന്ന് പറയുന്നത് നല്ല പച്ച നിറമായിട്ട് വരച്ച് കഴിയുമ്പം നല്ലൊരു ഇളം പച്ച നിറം കിട്ടും നമുക്ക്. അപ്പോൾ തലമുടിക്ക് കറുപ്പ് നിറം കൂടാനായിട്ട് ഇതിൻ്റെ താളി നല്ലതാണെന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും വരച്ച് തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ തലമുടിക്ക് കറുപ്പ് നിറം കൂടിയ പോലെ നമുക്ക് തോന്നും കേട്ടോ. എനിക്കത് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് താളി അരയ്ക്കാൻ നല്ലൊരു ചെടിയാണ് കീഴാർ നെല്ലി. ഇതിനെയാട്ടോ പാടത്താളി എന്ന് പറയുന്നത്. ഈ കയ്യാല വഴിയൊക്കെ കയറി ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. കണ്ടോ, ഇതാണ് പാടത്താളി. ഇതുകൊണ്ട് താളി അരയ്ക്കുമ്പോൾ നല്ല കൊഴുപ്പാട്ടോ. താളിക്ക് നല്ല കൊഴുപ്പായിരിക്കും. അപ്പോൾ അത് തലയെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ തലമുടി വളരാനായിട്ട് നല്ലതാണ്. ഞാനൊരു ദിവസം തലമുടി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പിറ്റേ ദിവസമായിട്ട് ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. താളി അരച്ച് തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴുകി കളയണം. തേച്ച് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷവും പനിയൊക്കെ വരും. കാരണം ഒരാൾക്കൊക്കെ തണുപ്പ് കൂടുതലായിരിക്കും കേട്ടോ. ചില ചെടികൾക്കും ഒരാൾക്കൊക്കെ തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കഴുകി കളയണം. ഇത് കേട്ടോ പാടത്താളി. ഇതാട്ടോ ആനച്ചുവടെന്ന് പറയുന്നത്. ഇതും താളി അരയ്ക്കാൻ നല്ലൊരു ചെടിയാണ്. ഇതിനെ ആനച്ചുവടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയുടെ കാൽപാദം പോലെ ഇരിക്കുന്നു കേട്ടോ പറയുന്നത്. പക്ഷേ ആനയുടെ കാൽപാദം നമുക്കറിയാലോ നല്ല റൗണ്ടായിട്ടായിരിക്കുന്നത്. അപ്പോൾ വേറെ ജീവിയുടെയും കാൽപാദം അങ്ങനെ റൗണ്ടായിട്ടൊന്നും ഇരിക്കുന്നില്ല. അപ്പം ഇങ്ങനെ വട്ടത്തിലുണ്ടായി നിൽക്കും നിലത്തൂടെയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ആനച്ചുവട് എന്ന് പറയുന്നത് കേട്ടോ. ഇതും താളി അരയ്ക്കാൻ നല്ലതാണ്. അപ്പം ഞാനിതൊക്കെയാണ് കേട്ടോ താളി അരച്ച് തേച്ചുകൊണ്ടിരുന്നത് അന്നൊക്കെ. അപ്പം ഞങ്ങൾ താളി അരച്ച് കഴിയുമ്പോഴത്തേനും ഒരു പഴയ അരിപ്പയൊക്കെ വെച്ച് അരിച്ചെടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ നമ്മൾ തലമുടി ഇരുന്ന് കഴിഞ്ഞാൽ പോകാനായിട്ട് പാടാം. അപ്പോൾ അതുകൊണ്ട് അരിപ്പ് വെച്ച് ഇങ്ങനെ അരിച്ചെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കുന്നവരുമുണ്ട്, അരിച്ചെടുക്കാത്തവരുമുണ്ട്. പിന്നെ ഈ താളിപ്പൊടി മേടിക്കാൻ കിട്ടും. വൈദ്യശാലകളിലൊക്കെ താളിപ്പൊടി മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ താളിപ്പൊടി വാങ്ങിച്ച് വെള്ളത്തിൽ കലക്കി തേക്കുമായിരുന്നു. പിന്നെ ചുമന്ന ചെമ്പരത്തിപ്പൂവൊക്കെ വെയിലത്ത് അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് അത് എണ്ണയ്ക്കകത്തിട്ട് തേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതും നല്ലതാണ്. എണ്ണ കാച്ചി തേക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എണ്ണ കാച്ചിയൊന്നുമല്ല, അല്ലാതെ തേക്കുമായിരുന്നു. പിന്നെ താളിയൊക്കെ അരച്ചിട്ട് നമ്മൾ പഴയ അരിപ്പ് വെച്ച് അരിച്ചെടുക്കുമായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ നമ്മൾ തലമുടി ഇരുന്ന് കഴിഞ്ഞാൽ പോകാൻ പാടായിരിക്കും. അതുകൊണ്ടൊരു അരിപ്പയൊക്കെ വെച്ച് അരിച്ചെടുക്കുമായിരുന്നു കേട്ടോ നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ മുടി വളരാനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെ കേട്ടോ. അപ്പം നിങ്ങളും മുടി വളരാനെന്ന് ആഗ്രഹമുള്ള ഒരാളെന്നുണ്ടെങ്കിൽ അതുപോലെ താളിയൊക്കെ ഇടയ്ക്ക് അരച്ച് തേക്കുക. ഞാൻ ഷാമ്പൂ അധികം തേച്ചിട്ടില്ല കേട്ടോ. ഷാമ്പൂ ഒക്കെ എന്താണെങ്കിലും കെമിക്കലൊക്കെ ആയിരിക്കുമല്ലോ. ഇതുപോലെയുള്ള താളിയൊക്കെയാണ് ഞാൻ അരച്ച് തേച്ചിട്ടുള്ളത്. അപ്പം അന്ന് അങ്ങനെയൊക്കെ തേച്ചുകൊണ്ടായിരിക്കാം എനിക്ക് ഇന്നും എൻ്റെ മുടി ഇങ്ങനെ പോകാതെ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളോരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യണം. അപ്പം മുടി വളരുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ താളിയൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.